പൗലോസ് മീനിൻ്റെ തലയും വാലും നന്നായിട്ട് വെട്ടിയെടുത്തിട്ട് അവിടെ പണി ചെയ്യുന്ന വേലക്കാരിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് എടുത്തിട്ട് വെക്കുക, എടുത്തിട്ട് നിൻ്റെ ആടിനെ കൊണ്ട് കൊടുക്ക്, ഇവിടെ ആരാ എന്താ പറയുന്നതെന്ന് ഞാൻ നോക്കട്ടെ, ഞാനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ആ ചേച്ചി കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അവിടെ ഒന്ന് നിൽക്ക് പൗലോസ് ചേട്ടാ, ആ മീൻ എടുത്തിട്ട് ടേബിളിൻ്റെ മേലെ വെക്കുക എന്ന് പറയുന്നുണ്ട്. പൗലോസ് അലീന പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അപ്പോഴേക്കും അവധക്കുട്ടി വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, വല്യപ്പച്ചൻ ഇടപെടണ്ട, അതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ബഹളവും എല്ലാം പിന്നെയും ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതും അവധക്കുട്ടി പറയുന്നുണ്ട്, നിനക്ക് അലീന പറയുന്നത് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത് കേണൽ സാബാണ്, ഞാൻ കേണൽ സാബിൻ്റെ അടുത്ത് പോയി പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് എന്താ ഇപ്പോൾ നിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബിൻ്റെ മകൾ വന്നിട്ട് വീണ്ടും കിച്ചണിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേലക്കാരിക്ക് കൊടുത്തപ്പോൾ കൊടുക്കണ്ട, അത് ഇവിടെ തന്നെ വെക്കുമെന്ന് പറഞ്ഞിട്ട് പറയണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിയും പോയിട്ട് അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് കിച്ചണിലേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ടില്ല, എന്തിനാ അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അലീന സ്റ്റാൻലി പറയുന്നതൊന്നും കേൾക്കാണ്ട് പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ കവറിലിരിക്കുന്ന മീൻ എടുത്തിട്ട് ആ ടേബിളിലൊന്ന് കൊട്ടാൻ പറയുന്നുണ്ട്. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, കേണൽ സാബാണ് എനിക്ക് ശമ്പളം തരുന്നത്, ആൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ കേൾക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ കേണൽ സാബിൻ്റെ മകളാണ് പറയുന്നത്, ചെയ്യേ എന്ന് പറയുന്നുണ്ട്. അവധക്കുട്ടി പറയുന്നുണ്ട്, അവൾ പറയുന്നത് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മീൻ എടുത്തിട്ട് ടേബിളിൽ മേലെ കൊട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കഷ്ണങ്ങളാണോ നീ വേലക്കാരിക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവധക്കുട്ടി പൗലോസിനെ വഴക്ക് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഇത്രയും വലിയ കഷ്ണം മുറിക്കുകയാണ്, ഇവിടെ വലിയൊരു അഴിമതിയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, പൗലോസിൻ്റെ പണി ചെയ്യട്ടെ, നീ റൂമിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അവധക്കുട്ടി പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഉണ്ട ചോറിന് നന്ദി കാണിച്ചൂടെ, ഇത്രയും വലിയ കഷ്ണം വെട്ടിയിട്ട് വേലക്കാരുടെ സഞ്ചിയിലേക്കാണോ ഇട്ട് കൊടുക്കുന്നത്, നിന്നെയൊന്നും ഇവിടെ ജോലിക്ക് നിർത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവധക്കുട്ടി പറയുന്നുണ്ട്. സ്റ്റാൻലി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി കിച്ചണിൽ പോയിട്ട് വഴക്കുണ്ടാക്കരുത്, അത്രയും തരം താഴ്ന്നവളല്ല നീ, നിനക്കൊരു നിലയും വിലയുണ്ട്, അത് നീയായിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ക്ലബിൽ ഒരു പാർട്ടി നടത്തിയിട്ട് നീ എൻ്റെ മകളാണെന്ന് എല്ലാവരുടെ അടുത്തും പറയാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ, എൻ്റെ മനസ്സിൽ നീ അത്രയും വലുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്. അലീന പറയുന്നുണ്ട്, ഇവിടെ ഇത്ര അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ ഫാക്ടറിയിൽ എത്രത്തോളം നടക്കുന്നുണ്ടാവും പാപ്പ, അതും കൂടി നമ്മൾ നോക്കണ്ടേ. പാപ്പയ്ക്കുള്ള ഇപ്പോഴുള്ള ഈ സ്വത്ത് മുതലൊന്നും പാപ്പയായിട്ട് ഉണ്ടാക്കിയതല്ല, നമ്മൾക്ക് തലമുറകളായി കൈമാറി വന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്കും അതുപോലെ സംരക്ഷിച്ചിട്ട് വേണ്ടേ ആ സ്വത്ത് മുതലും കൊടുക്കാൻ വേണ്ടി, അതിനെ ധാരാളിച്ച് നശിപ്പിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മീനിൻ്റെ വലിയ കഷ്ണം മുറിച്ച് കളഞ്ഞെന്നോ കുറച്ച് വേസ്റ്റ് കളഞ്ഞെന്നോ വെച്ചിട്ട് സ്റ്റാൻലിക്ക് ഒന്നും വരാൻ പോണില്ല. ഊണുമേശയിൽ ഒരുപാട് വിഭവങ്ങൾ, വില കൂടിയ വിഭവങ്ങൾ കണ്ട് കഴിച്ച് വളർന്നവനാണ് ഞാൻ, അങ്ങനെ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട്, അതൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. അലീന അത് കേട്ടതും പറയുന്നുണ്ട്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, പപ്പ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ച് ബാക്കി കളയുമ്പോൾ കഴക്കൂട്ടത്തെ ഓർഫനേജിൽ ഒരു പെൺകുട്ടിയെ വെച്ചില്ലെങ്കിലും കിട്ടിയാൽ വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, സ്റ്റാൻലി പപ്പയുടെ മകളാണ്. ഇതുപോലെ ഒരുപാട് അലീനകൾ ഓരോ ഓർഫനേജുകളിലുണ്ട്, ഭക്ഷണം കിട്ടാതെ കഴിയുന്ന എത്രയോ പെൺകുട്ടികൾ, ആൺകുട്ടികളും ഒരുപാട് പേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും സ്റ്റാൻലിക്ക് ഒരുപാട് വിഷമമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.